PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോട്ട്സുകൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊരു മെയിൻ ലിസ്റ്റിൽ എത്തിക്കാനായിട്ട്, നമ്മളൊരു മികച്ച റാങ്കിൽ എത്തിക്കാനായിട്ട് നോട്ട്സ് നന്നായിട്ട് നമുക്ക് പ്രയോജനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയൊക്കെ രീതിയിൽ എഴുതിയാലാണ് നമുക്ക് കൂടുതലായിട്ട് നമ്മൾ ഒരു ലിസ്റ്റിൽ എത്രത്തോളം മത്സരമുണ്ടോ അത്രത്തോളം നമ്മൾ ആ മികച്ച റാങ്കിലേക്ക് പോകാനായിട്ടുള്ള കുറേ കാരണങ്ങളിൽ നമ്മൾ നോട്ട്സ് എഴുതുന്ന ചില പോരായ്മകളുണ്ടാകും. കാര്യം നമ്മൾ ലാസ്റ്റ് സമയത്തൊക്കെ നമ്മൾ നോക്കാനായിട്ട് ആ നോട്ട്സ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പോരായ്മയാണ്. നമ്മൾ ഏതെങ്കിലും പല രീതിയിലൊക്കെ എഴുതി വെച്ചാലും നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല ലാസ്റ്റ് സമയങ്ങളിലൊന്നും. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു നോട്ട്സ് എഴുതി നമ്മൾ മുന്നിലേക്ക് എത്തേണ്ടത്, ഏതൊക്കെ രീതിയിലാണ് നോട്ട്സ് നമ്മൾ തയ്യാറാക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫസ്റ്റ് തന്നെ നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത്, നമ്മുടെ കയ്യിൽ ആദ്യം എന്താണോ ഉണ്ടായിരിക്കേണ്ടത്, നമ്മുടെ ഒരു സിലബസ് ഉണ്ടായിരിക്കണം. അത് എല്ലാവരുടെയെങ്കിലും ഉണ്ടാവും, സിലബസ് ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കേണ്ടത് ആ സബ്ജക്റ്റിന്റെ ഒരു പേരെഴുതി. ഇപ്പൊ ഫിസിക്സ് ആണോ പഠിക്കുന്നതെങ്കിൽ ആ ഫിസിക്സിന്റെ ഷോർട്ട് നോട്ട്സുകൾ നമ്മൾ ഇതിലേറെ സഹായിക്കുന്നതാണ്. നമ്മൾ ഈ ലോങ് ആയിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻ ആൻസർ അതിനേക്കാളും നല്ലത് നമ്മൾ ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ എഴുതുകയാണ്. ഷോർട്ട് നോട്ടായിട്ട് നമ്മൾ തന്നെ എഴുതിയിട്ട് റാങ്ക് ഫയലിൽ നോക്കി കോപ്പി അടിക്കാനായിട്ടല്ല, നമ്മൾ തന്നെ എഴുതിയിട്ട് അതിൽ അണ്ടർലൈൻ ചെയ്യുക. അത് നമ്മൾ ഏറെ ഫലം ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് സമയത്ത് അത് നോക്ക്, ഇത് പിന്നെ ഒരു ഷോർട്ട് നോട്ട് തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇത് നോക്ക്, ഇത് മൊത്തം ഇന്ത്യ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഷോർട്ട് നോട്ട്സുകൾ തയ്യാറാക്കുക. ഷോർട്ട് നോട്ട്സുകൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ലെങ്തി ആയിട്ടുള്ളതല്ല, ചെറിയ 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 പാരഗ്രാഫ് പോലെ ഷോർട്ട് നോട്ട്സുകൾ തയ്യാറാക്കിയാൽ നമുക്കത് ഏറെ ഗുണം ചെയ്യും. എന്നിട്ട് നമ്മൾ അതിൽ അണ്ടർലൈൻ ചെയ്യുക. അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ, അല്ലാതെ വൺ വേർഡ് ആയിട്ട് എഴുതുമ്പോഴേ നമ്മൾ ഒരുപാട് നമുക്കിപ്പോൾ പഠിക്കാനായിട്ടുണ്ടെന്ന് തോന്നും നമുക്ക്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മളിപ്പോൾ ഏത് സബ്ജക്റ്റിന്റെ ഏത് ടോപ്പിക്കാണോ പഠിക്കുന്നത്, ആ സബ്ജക്റ്റിന്റെ തന്നെ ഒരു 2 ടോപ്പിക്ക് ചേർത്തിട്ട് ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്നത് നമുക്ക് ഏറെ പ്രയോജനമാണ്. മനസ്സിലായല്ലോ? ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കാൻ ശ്രമിക്കുക. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആൻസറിനേക്കാളും നമ്മൾ സാധാരണ ചെയ്തു പോകുന്ന രീതി വൺ വേർഡ് ആയിട്ട് എഴുതുന്നതാണ്. അതിന് ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ നെക്സ്റ്റ്, ഞാൻ ആദ്യമൊക്കെ ബുക്കിലൊക്കെയാണ് ഞാൻ നോട്ട്സ് എഴുതിയിരുന്നത്. കണ്ടത്, ബുക്സുകളിലൊക്കെയാണ് ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഇത് SCERTയുടെ ആണ്. SCERTയുടെ നോട്ട്സ് എഴുതാനായിട്ട് നമ്മളൊരു പ്രത്യേകം ബുക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. SCERT നമ്മൾ എന്തായാലും നമ്മുടെ റാങ്ക് ഫയലിനേക്കാളും കുറച്ചുകൂടെ ഒരു പ്രാധാന്യമുള്ളതാണ്. അപ്പൊ SCERTയുടെ നോട്ട്സ് എഴുതാനായിട്ട് നമ്മളൊരു ബുക്ക് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വേറെ എന്താന്ന് വെച്ചാൽ ഞാൻ തയ്യാറാക്കിയെന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഫയലുകളാക്കുക. നമ്മളിതാ നോക്കും, ഇതേപോലുള്ള ഓഫീസ് ഫയലുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ആ ഓഫീസ് ഫയലുകളിൽ നമ്മൾ നമ്മുടെ നോട്ട്സ്, ഇതിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറാണ്, ഇതേപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ട് അത് നമ്മൾ ചെയ്ത് നമ്മൾ തന്നെ OMR അല്ലാതെ തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പോകുന്നതും നമുക്ക് നല്ലതായിരിക്കും. എന്നുവെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നമ്മൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്നത് നമുക്ക് നല്ലതായിരിക്കും. പിന്നെ അതുകൂടാതെ നോട്ട്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്ക്, ഇതിപ്പോൾ പല സബ്ജക്റ്റിന്റെ ആണ്. ഇത് കണ്ടോ, കറണ്ട് അഫയേഴ്സ് ഒക്കെ വേറെ ഒരു പേപ്പറിലാക്കിയിട്ട്, ഇത് കണ്ടോ കറണ്ട് അഫയേഴ്സ് ഓരോ മാസത്തെ ഓരോ പേപ്പറിലാക്കിയാണ് ഞാൻ എഴുതി വെക്കുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ലതായിരിക്കും. ഇതേപോലെ തന്നെ A4 ഷീറ്റ് മേടിച്ചിട്ട് അതുപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അല്ലാത്തത് അതുപോലെ ചെയ്യുക. പിന്നെ ഇതേപോലെ തന്നെ ഇതൊക്കെ പഴയ നോട്ട്സുകളാണ് കേട്ടോ, അതാണ് അത് ഇത്രയും ഇതായിട്ടിരിക്കുന്നത്. ഇതേപോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. നമ്മൾ കുറച്ച് A4 ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നോക്ക്, ഇത് മാത്സ് ആണ്. മാത്സ് ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പിന്നെ ഇങ്ങനെ ഇതേപോലെ തന്നെ പേപ്പറിലാക്കി എഴുതി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ
PYQ ചെയ്യുക. PYQ ചെയ്തിട്ട് ആദ്യം നമ്മൾ PYQ ചെയ്ത് നോക്കിയിട്ട് ആ PYQല് ശ്രദ്ധിച്ചോളണേ, ആ PYQല് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റിന്റെ ടോപ്പിക്, ഏത് ടോപ്പിക്കിൽ നിന്നാണ് ആ PYQ വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മൾ നോക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാം. ചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതെന്ന്. ചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം, ഇതൊരു LDC ക്വസ്റ്റ്യൻ ആണ്. അത് കോൺകേവ് ദർപ്പണമാണ്. ചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് ദർപ്പണമാണ്. അപ്പോൾ നമ്മൾ ഈ കോൺകേവ് ദർപ്പണത്തെ കുറിച്ച് നമ്മുടെ റാങ്ക് ഫയലിലോ SCRTയിലോ അപ്പൊ നമുക്ക് മനസ്സിലാകും എന്താണ് ആ PYQ വന്നിട്ടുള്ളതാണ്. നമ്മൾ ആ ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ ആൻസർ എഴുതിയിട്ട് അതിനുശേഷം ആ കോൺകേവ് ദർപ്പണത്തിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതിയിട്ട് നമ്മൾ വെക്കുക. മനസ്സിലായല്ലോ? നമ്മൾ എല്ലാം നമുക്കിപ്പോൾ അങ്ങനെ പറ്റത്തില്ല എങ്കിൽ പോലും ഒരുപാട് പ്രാവശ്യം നമ്മൾ PYQ ചെയ്ത് നോക്കുമ്പോൾ ആവർത്തിക്കുന്ന ടോപ്പിക്സുകൾ ഉണ്ടല്ലോ, ആ ടോപ്പിക്സിന്റെ ഒക്കെ ചെറിയ ആ ടോപ്പിക്സിന്റെ ചെറിയ ഷോർട്ട് നോട്ട് ആക്കിയിട്ട് എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മൾ ലാസ്റ്റ് എക്സാം ആകുമ്പോൾ നമുക്കത് വളരെയധികം പ്രയോജനമായിരിക്കും. ആ ഷോർട്ട് നോട്ട്സുകൾ നമുക്ക് പിന്നെ പഠിക്കേണ്ടത് വളരെയധികം പ്രയോജനമായിരിക്കും. പെട്ടെന്ന് നമുക്കത് ക്യാച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെ PYQന്റെ നമ്മൾ ചെയ്യാനൊക്കെ പിന്നെ എന്താണ്, വേണമെങ്കിൽ ഫയലിലാക്കി എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ബുക്കിലാക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിക്കാം. പിന്നെ ബുക്കിൽ ഇപ്പം ഇതേപോലെ തന്നെ നോട്ട് ബുക്കിൽ എഴുതുന്നവർ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ഓരോ സബ്ജക്റ്റിന്റെയും നമ്മൾ ഈ പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് എഴുതുന്നതിന്റെ കൂടെ തന്നെ ഷോർട്ട് നോട്ട്സ് ആക്കി എഴുതുന്നതും അതും നല്ലതായിരിക്കും. മനസ്സിലായല്ലോ? 1 വേർഡ് ക്വസ്റ്റ്യൻസ് എഴുതുന്നതിന്റെ കൂടെ ഷോർട്ട് നോട്ട്സ് എഴുതുന്നതും നല്ലതായിരിക്കും. പിന്നെ നമ്മൾ SCRTയുടെ ചാപ്റ്ററുകൾ എടുക്കുമ്പോൾ അതിലും നമുക്ക് ഈ പിന്നെ ഏറ്റവും നല്ലത് ഷോർട്ട് നോട്ട്സ് ആക്കി എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മനസ്സിലായല്ലോ? SCRTയുടെ ഇപ്പൊ നമ്മുടെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇത് നോക്ക്, ഇത് നമ്മുടെ അയൺ ഓർസിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏതാണ് അയിരും ധാതുക്കളും അയിരുകളും. അപ്പോൾ ഏത് ധാതുവാണ് ഏത് അയിരാണ്, അപ്പൊ അതിനെയൊക്കെ കുറിച്ച് നമ്മൾ അത് വന്നിട്ടുള്ളതാണല്ലോ, ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ അതൊരു ബോക്സിലാക്കിയിട്ട് നമ്മൾ ഷോർട്ട് നോട്ട്സ് അതിന്റെ കൂടെ അതിന്റെ അനുബന്ധ പുസ്തകങ്ങളോ എഴുതി വെക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് ട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം എന്താ ചെയ്യാൻ പറ്റുന്നത്, വേഗം നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് ബുക്സുകളും ഒരുപാട് കാര്യങ്ങളും ഒന്നും റെഫർ ചെയ്യാതിരിക്കുക ലാസ്റ്റ് സമയങ്ങളിൽ. നമ്മൾ ഈ ഷോർട്ട് നോട്ട്സ് നമ്മൾ തയ്യാറാക്കിയ ഷോർട്ട് നോട്ട്സുകൾ മാത്രം നമ്മൾ പ്രിപ്പയർ. ഞാൻ എൻ്റെ എക്സാമിൻ്റെ ഒക്കെ ലാസ്റ്റ് സമയത്ത് ഷോർട്ട് നോട്ട്സുകൾ മാത്രമാണ് കൂടുതൽ നോക്കിയത്. അപ്പം നമുക്ക് ഒരുപാട് റാങ്ക് ഫെയിലും ഇതൊന്നും നമ്മൾ കരക്ക് ലാസ്റ്റ് പഠിക്കേണ്ട കാര്യമില്ല. ഷോർട്ട് നോട്ട്സ് മാത്രം നമുക്ക് പഠിച്ചാൽ മതിയാവും. അപ്പോൾ ഇതാണ് ഷോർട്ട് നോട്ട്സ്. നമുക്കിപ്പോൾ ഇത്രയും പഠിച്ചാൽ നമുക്ക് അത് ഒരുപാട് പ്രയോജനം ചെയ്യും. എല്ലാം നമ്മൾ ഷോർട്ട് നോട്ട്സ് ആക്കി എഴുതുക. അതേപോലെ തന്നെ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ഫയലിൽ സൂക്ഷിക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മൾ PYQ സെഷൻ വന്നിട്ട് ആ PYQ സെഷനിൽ ഏറ്റവും കൂടുതൽ വന്ന ഏതാണോ അത് നമ്മൾ ചെയ്ത് പഠിക്കുക. ഇതൊക്കെയാണ് നമ്മളെ ഏറെ സഹായിക്കുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മുടെ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. എല്ലാവർക്കും പ്രിലിംസ് ക്ലിയർ ചെയ്ത് പിന്നെ മെയിൻസിലോട്ട് കടക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരും വീഡിയോയിൽ ഇതേപോലുള്ള ഒരുപാട് ടിപ്സുകളുമായിട്ട് ഇനി ഞാൻ വരും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്